ജിതിൻ ദേവ്, BJP ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ, അദ്ദേഹം മൊഴി നൽകിയത്, ഇതൊക്കെ തന്നെ കോൺഗ്രസിലുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി കൂടി നമുക്ക് കാണാമല്ലോ. പ്രത്യേകിച്ചും അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആൾ, അതേപോലെ തന്നെ ആന്റണി, ഇവരൊക്കെ എ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാക്കളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല കൃത്യമായി മൊഴി നൽകുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. സ്വർണം വിദേശത്തേക്ക്, ഞാൻ സേനാപതിയിലേക്ക് വരാം. ജിതിൻ ദേവ്, BJP അതെ ഗ്രൂപ്പില്ല തന്നെ പറയാം. ശരി, എങ്കിൽ ഗ്രൂപ്പില്ല. അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കത്തെ എങ്ങനെയാണ് BJP കാണുന്നത്? ജിതിൻ ദേവ്. ശ്രീ വിനോദ്, ഇത് രമേശ് ചെന്നിത്തലയുടെ നീക്കത്തിനപ്പുറത്ത് ഇതിന് ഒരു അന്താരാഷ്ട്ര മാനമുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ് ഇത് നടന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഈ അന്വേഷണത്തിൻ്റെ ആദ്യം തന്നെ, അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെപ്റ്റംബർ മാസം 20-ാം തീയതി ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ജഡ്ജ്മെൻറ്റിൽ സൂചിപ്പിച്ചപ്പോഴേ BJP ആരോപണം ഉന്നയിച്ചതാണ്. BJP ഇത് CBI അന്വേഷണം അന്ന് മുതലേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിന് വലിയ അന്താരാഷ്ട്ര മാനങ്ങളുള്ള കുറ്റകൃത്യമാണ്. ഇതൊരു അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സ്വർണത്തിൻ്റെ കണക്കല്ലത്. ഇത് വലിയ തരത്തിലുള്ള ആൻറ്റിക് വാല്യൂ, ഡിവൈൻ വാല്യൂ, ദൈവിക മൂല്യം വിറ്റഴിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 500 കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കോടികളുടെ ഒരു വ്യാപാരമാണിത്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെല്ലും പതിരും തിരിക്കണമെന്നുണ്ടെങ്കിൽ CBI പോലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണം നടത്താൻ സാധിക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നോക്കൂ. SITയുടെ അന്വേഷണം മന്ദഗതിയിലായിരിക്കുന്നു. SIT ഇനി മുട്ടേണ്ടുന്ന വാതിലുകൾ വലിയ വമ്പന്മാരുടെ വാതിലാണ്. ഹൈക്കോടതിയുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ വലിയ വമ്പൻ സ്രാവുകളുടെ വാതിലാണ്. ആ വാതിലുകളിൽ മുട്ടാനുള്ള ധൈര്യം SITക്കില്ല. അതുകൊണ്ട് SIT പകച്ചു നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ തേരാപ്പാര നടക്കുകയാണ്. ഇതിനകത്ത് ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ അധികായകന്മാരെ, രാഷ്ട്രീയ യജമാനന്മാരുടെ തിട്ടൂരത്തിന് പേടിക്കാത്ത തരത്തിലുള്ള ഊരിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിൽ ഭയന്ന് വിറയ്ക്കാത്ത അന്വേഷണ ഏജൻസികൾ വന്നേ മതിയാകൂ. അതുകൊണ്ട് CBI അന്വേഷണം എന്തായാലും വേണ്ടിവരും. SITക്ക് കൊടുത്തിരിക്കുന്ന ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി ഏതാണ്ട് അവസാനിക്കാറാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്തിമ റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്ന് SIT പറയാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും കോടതി ഇത് CBIക്ക് വിടാൻ നിർബന്ധിതമാകും. എന്തായാലും ED വന്നിട്ടുണ്ടല്ലോ, തൊട്ട് പറയെ തന്നെ CBI വരും. പിന്നെ ശ്രീ സേനാപതി വേണു സൂചിപ്പിച്ച കാര്യം, ജിതിൻ ദേവിന്റെ കയ്യിൽ ചരടുണ്ടല്ലോ എന്ന്. ഈ ചരട് ചെട്ടികുളങ്ങര അമ്മയുടെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ മേൽശാന്തി എനിക്ക് കെട്ടിത്തന്നതാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൂജാരി കെട്ടിത്തന്നല്ല. പിന്നെ അങ്ങ് പറഞ്ഞു K സുരേന്ദ്രന്റെ കയ്യിൽ ധാരാളം ചരടുകളുണ്ട്. അത് എവിടുന്നൊക്കെ ഏതൊക്കെ ക്ഷേത്രത്തിലാണെന്ന് പറയാൻ എനിക്ക് ചിലപ്പോൾ കഴിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയും ശ്രീ K സുരേന്ദ്രന്റെ കൈകളിൽ ചരട് കെട്ടിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പോറ്റികളെ ആവശ്യമുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാർക്കായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു വാദമല്ല പറയേണ്ടത്. എന്തിനു വേണ്ടിയിട്ട് ഇത് പോയി? എന്തിന് നിങ്ങൾ 2 തവണ ഈ പോറ്റിയെ 2 MP-മാർ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആനയിച്ചു? എന്താണ് സോണിയാഗാന്ധിയുടെ ജന്മത്തിലേക്ക് പോറ്റിയെ കയറ്റിയതിന് പുറകിലുള്ള ഉദ്ദേശം? അത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അവിടെയാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞ എന്താണ്? ഞങ്ങൾക്കറിയാൻ പറ്റുമോ ഇതാരാണ് ഏതാണെന്നൊക്കെ? നോക്കൂ, ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തി ആരാണെന്നും തന്ത്രി ആരാണെന്നും മാളികപ്പുറം മേൽശാന്തി ആരാണെന്നും കീഴ്ശാന്തിമാർ ആരൊക്കെയാണെന്നും ഒക്കെ ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാൻ വയ്യാത്തത് വിശ്വാസമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. അപ്പൊ പിന്നെ പത്തനംതിട്ട MP ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് സംബന്ധിച്ച് അറിയില്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ മുരാരി ബാബുവിന്റെ എന്താ പറയുക ആ ബെയിൽ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതിയെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് എന്താ പറഞ്ഞേക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈസ് നൈദർ ദ പൂജാരി നോർ ദ അസിസ്റ്റന്റ് പൂജാരി ഓഫ് ദ ശബരിമല ടെമ്പിൾ ബട്ട് ഹി കണ്ടിന്യൂഡ് ഇൻ ദ ശബരിമല വിത്തൗട്ട് എനി ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ അണ്ടർ ദ ഗ്രേസ് ഓഫ് സം ഹൈ പ്രൊഫൈൽ ഒഫീഷ്യൽസ് ആസ് പാർട്ട് ഓഫ് ദ കോൺസ്പിറൻസി. അപ്പൊ നിങ്ങൾ ഭരിച്ചപ്പോഴും പോറ്റിയുണ്ട്, LDF ഭരിക്കുമ്പോഴും പോറ്റിയുണ്ട്. പോറ്റിയെ കയറ്റിയതിനകത്തും പോറ്റി ഊറ്റിയതിനകത്തും പോറ്റി കട്ടതിനകത്തും ഇന്ത്യ സഖ്യത്തിന് പങ്കുണ്ട്. നിങ്ങളുടെ സംയുക്ത കൊള്ളസംഘം തന്നെയാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അയ്യന്റെ മുതൽ കട്ടതിനകത്തുള്ള സമസ്ത അപരാധത്തിൽ, ആ വലിയ കൊടിയ അപരാധത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. അതൊക്കെ പറയേണ്ടുന്നത് അദ്ദേഹം പറയേണ്ട കാര്യം മാത്രമേ പറയൂ. സേനാപതി വേണുവിന് അതൊക്കെ കൃത്യമായി അറിയാം. രമേശ് ചെന്നിത്തല എന്തിനാണ് പരാതി കൊടുത്തത് എന്നൊക്കെ സേനാപതി വേണുവിലേക്ക് വരാം.